ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നെറ്റിന് എന്തോ കംപ്ലൈന്റ് പറ്റിയതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയേ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ പാരലൽ സർക്യൂട്ട്സിന്റെ കേസ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. പാരലൽ സർക്യൂട്ട്സിനകത്ത് നമുക്ക് അതിന്റെ വാല്യൂ ഇപ്പൊ ഒരു ഹൈ വാല്യൂ ഒരു ലോ വാല്യൂ ആണെങ്കിൽ ലോ വാല്യൂയുടെ അടുത്തേക്കായിരിക്കും നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയത് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിനും ഗ്രൗണ്ട് ഫ്ലോറിനും ഇടയിൽ തന്നെയായിരിക്കും രണ്ട് റെസിസ്റ്റേഴ്സും. അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് റെസിസ്റ്റൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നിച്ച് കണക്ട് ചെയ്യും, എൻഡ് പോയിന്റ് ഒന്നിച്ച് കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കണക്ഷനാണ് പാരലൽ എന്ന് പറയുന്നത്. പക്ഷേ PSC സാധാരണ ഈ ഫിഗർ വരച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇത് പാരലാണോ സീരീസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരേണ്ട ഒരു കാര്യം ഈ സെക്ഷനിലെ ബേസിക് ഇലക്ട്രിക്കൽ ഒന്ന് ചെയ്യും. ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സെക്ഷനകത്ത് സാധാരണ ചോദിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒരുമാതിരി ഡയറക്റ്റ്. ഇതുപോലെ ഫിഗർ വെച്ച കോംപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി നമ്മളിപ്പോ പറഞ്ഞ ഓംസ് ലോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡെവലപ്മെന്റ് വരുന്ന ലോ ആണ് വോൾട്ടേജ്, ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. ക്രിച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിളെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ലോയാണ് ക്രിച്ചോഫ്സിന്റെ വോൾട്ടേജ് ലോയും കറണ്ട് ലോയും. ക്രിച്ചോഫ് ആ കൺസെപ്റ്റ് സെയിം കൺസെപ്റ്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൊണ്ടുവരുന്നു മാത്രമേ ഉള്ളൂ. ക്രിച്ചോഫ്സിന്റെ ലോ, വോൾട്ടേജ് ലോ എന്താ പറയുന്നത്, സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ സർക്യൂട്ടിലെ ഓവറോൾ വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ +5 വോൾട്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ +5 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടായെന്നാണ് അതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഈ ക്രിച്ചോഫ്സിന്റെ വോൾട്ടേജ് ലോ വെച്ചിട്ട് സർക്യൂട്ട് അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അതിന്റെ പോളാരിറ്റീസ്. അപ്പൊ ഈ സർക്യൂട്ടിൽ ഈ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വോൾട്ടേജ് പൊളാരിറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. V1 ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, V2 പോസിറ്റീവ് നെഗറ്റീവ്, V3 പോസിറ്റീവ് നെഗറ്റീവ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ മാർക്ക് ചെയ്യുന്നതിനകത്ത് എപ്പോഴും നമ്മൾ കുറച്ച് എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ട് അനാലിസിസിനകത്ത് പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കറണ്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലം പോസിറ്റീവ് ആയിട്ടും കറണ്ട് ലീവ് ചെയ്യുന്ന സ്ഥലം നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അത് റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിക്കോട്ടെ, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിക്കോട്ടെ, കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ കറണ്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലം പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക, കറണ്ട് ലീവ് ചെയ്യുന്ന സ്ഥലം നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്രിച്ചോഫ്സിന്റെ വോൾട്ടേജ് ലോ പറയുന്നത് ഓവറോൾ വോൾട്ടേജ് പിന്നെ ലൂപ്പ്, ഒരു ക്ലോസ്ഡ് ലൂപ്പ്, ഇതുപോലെ വരുന്ന ക്ലോസ്ഡ് ലൂപ്പിൽ ഓവറോൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതേ കൺസെപ്റ്റ് തന്നെ കൺസർവേഷൻ എനർജിയുടെ കൺസെപ്റ്റ് തന്നെ നമ്മൾ കറണ്ടിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടേം ആണ് ക്രിച്ചോഫ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലോ ആണ് ക്രിച്ചോഫ്സിന്റെ കറണ്ട് ലോ. ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കൺസിഡർ എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിലേക്ക് വരുന്ന കറണ്ട് മാത്രമേ അവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ ഈ ഒരു A എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ എയിലേക്ക് വരുന്ന കറണ്ട് അല്ലേ എയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. വേറെ എവിടെയെങ്കിലും കറണ്ട് എക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അത് മാർക്ക് ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്ന കറണ്ട് എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ടും ലീവ് ചെയ്യുന്ന കറണ്ട് നെഗറ്റീവ് ആയിട്ട് എടുത്തേക്കുന്നു. ഈ ഇക്വേഷനകത്ത് I1 + I2 = I3. ഇനി ഇതേ ഇക്വേഷൻസ് തിരിച്ചെഴുതുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പഠിച്ചു വെച്ചിരിക്കുന്നത് തിരിച്ച ഡയറക്ഷനിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ പഠിച്ചാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ഒരു തവണ നിങ്ങൾ പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ട്, ഞാൻ മുന്നേ പറഞ്ഞ സ്ലൈഡിനകത്ത് പോലും വോൾട്ടേജ് കറണ്ട് എൻ്റർ ചെയ്യുന്നിടം പോസിറ്റീവ്, ലീവ് ചെയ്യുന്നിടം നെഗറ്റീവ് എന്ന് പറഞ്ഞു. ചില ടീച്ചേഴ്സ് ഇപ്പം ഫസ്റ്റ് ബേസിക് പഠിക്കുമ്പോൾ തിരിച്ചായിരിക്കും പഠിപ്പിച്ചിരിക്കാൻ.
പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് എടുക്കുവാണെങ്കിലാണ് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും, നമ്മൾ എഴുതി വരുന്ന ഇക്വേഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ എടുക്കണം ഒരു നിർബന്ധമില്ല. തിരിച്ചെടുക്കുവാണെങ്കിൽ ഒരു സർക്യൂട്ട് അനാലിസിസിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമ്മൾ അതേ രീതിയിൽ ചെയ്യണേ ഉള്ളൂ. ഈ രണ്ട് രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പം ഈ ഡയറക്ഷൻ ഒന്ന് മാറ്റിയെടുത്തു ഓർത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണ്, പോസിറ്റീവ് കിട്ടുന്നതിന് പകരം നെഗറ്റീവ് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷനിലല്ല, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ച് അത്രയും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ തിരിച്ചാ പഠിച്ചു വെച്ചിരിക്കുന്നത്, മിസ് പറയുന്നത് എന്താ അങ്ങനെ അല്ലല്ലോ എന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ഇതേ ഇപ്പൊ ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കണം എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇനി ഇപ്പൊ ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കറണ്ട് വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതേ സർക്യൂട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ കിർച്ചോഫ് ലോയും കറണ്ട് ലോയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സർക്യൂട്ട് അനാലിസിസിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ലോസും കൂടെ നമുക്ക് അറിയായിരിക്കണം. ദാറ്റ് ഈസ് ലോസ് ഓഫ് വോൾട്ടേജ് ഡിവിഷൻ ആൻഡ് കറണ്ട് ഡിവിഷൻ. ഈ വോൾട്ടേജ് ഡിവിഷനും കറണ്ട് ഡിവിഷനും നിങ്ങൾ സർക്യൂട്ട് അനാലിസിസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിയാമെങ്കിലാണ് നമുക്ക് ബാക്കിയുള്ള തിയറമും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ടോട്ടലി വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിച്ചോഫ്സിന്റെ നമ്മൾ പറഞ്ഞ വോൾട്ടേജ് ലോയിനെ തന്നെ വേറെ രീതിയിൽ ആപ്ലിക്കബിൾ ലെവലിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ കൊടുക്കുന്ന VS എന്ന് പറയുന്ന വോൾട്ടേജിന്റെ ഒരു പാർട്ട് ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ അക്രോസും അടുത്ത പാർട്ട് R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ അക്രോസും ഡ്രോപ്പ് ആയി പോകും. അപ്പൊ ടോട്ടൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന ഈ രണ്ട് വോൾട്ടേജിന്റെ സം ആയിരിക്കും. ഇനി നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടീച്ചർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന വോൾട്ടേജും കറണ്ടും ഇതൊന്നും നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് അറിയണമെന്നില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ട് തന്നിരിക്കുന്നത് അത് നോക്കിയിട്ട് വേണം ഇതിനകത്ത് ഏത് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്ത് പോകേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത്. സെയിം പ്രോബ്ലം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യായിരിക്കും. പക്ഷെ ഏറ്റവും മിനിമം ടൈം എടുത്ത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് ഇലക്ട്രിക്കൽ ആണെങ്കിലും അല്ല ഇലക്ട്രോണിക്സ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങൾ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഇപ്പൊ സർക്യൂട്ട് അനാലിസിസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് തെവെനിൻ തിയറം, നോർട്ടൺ തിയറം, അല്ലെങ്കിൽ ഓംസ് ലോ, മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് അനാലിസിസ് പഠിക്കുന്നുണ്ട്. സെയിം സർക്യൂട്ടിനെ തന്നെ ഈ പറയുന്ന ഏത് അനാലിസിസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈപ്പിന് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ചെയ്യുമായിരിക്കും നമുക്ക് സ്പീഡിൽ ആൻസർ കിട്ടുക. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഗേറ്റ് എക്സാം ഒക്കെ എഴുതുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വോൾട്ടേജ് സോഴ്സ് കൂടുതലാണെങ്കിൽ ഈ രീതി ചെയ്യുവാണ് എളുപ്പം. വോൾട്ടേജ് സോഴ്സ് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ട് മെഷ് അനാലിസിസ് ചെയ്യുവാണ് എളുപ്പം. അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ആണ് കൂടുതലാണെങ്കിൽ നോഡൽ അനാലിസിസ് ചെയ്യുവാണ് എളുപ്പം. അതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലായത്. തെവെനിൻ തിയറം, നോർട്ടൺ തിയറം ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കറണ്ട് സോഴ്സ് ആണോ വോൾട്ടേജ് സോഴ്സ് ആണോ സൂപ്പർ പൊസിഷൻ ആണോ ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നമുക്ക് കുറച്ച് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് ടൈം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാക്ടറാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് R1 അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. R1 അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് നോർമലി എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ട് അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. I × R1 അതാണ് VR1 നമുക്കറിയാം ഓംസ് ലോ വെച്ച്. പക്ഷെ നമുക്ക് കറണ്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിലേക്ക് എത്തും? അതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ. പക്ഷെ ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് സീരീസ് സർക്യൂട്ടിലെ നമുക്കറിയാം ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 ആണ്. R1 + R2 അതാണ് എഴുതിയിരിക്കുന്ന R1 + R2. ഇനി കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെ അറിയാം? I എന്ന് പറയുന്ന ഓംസ് ലോ അപ്ലൈ ചെയ്താൽ എങ്ങനെ അറിയാം? I = ഈ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് VS / R1 + R2 ആണ്. VS / R1 + R2. അപ്പൊ ഇവിടെ പോകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി VS / R1 + R2. അത് ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. അത് തന്നെയാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. നമ്മൾ ആദ്യം പഠിച്ച ഓംസ് ലോ തന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് KVLന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സിമിലർ ആയിട്ട് നമുക്ക് VR2 കണ്ടുപിടിക്കാം. VR2 എന്ന് പറയുന്നത് R2 × ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് സെയിം കറണ്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇതൊരു പൈപ്പാണ് കൺസെപ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ പൈപ്പിന് വേറെ ഒരു ഓപ്പണിംഗ് ഒന്നുമില്ല. അപ്പൊ ഇവിടുന്ന് വരുന്ന കറണ്ട് R1ലേക്ക് പോകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെയാണ് R2യിലൂടെ ഫ്ലോ ചെയ്യുന്നത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? VR2 = VS / R1 + R2. അപ്പൊ അതിലേക്ക് പോകുന്ന കറണ്ട് കിട്ടി ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ് R2 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് VR2 അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടും. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ഇതേ കൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ സീരീസ് സർക്യൂട്ടിലെ ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യുക? വോൾട്ടേജ് ഡിവിഷൻ റൂൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഈ റൂളിന്റെ ഇക്വേഷൻസ് ഒക്കെ അറിയായിരിക്കും. പക്ഷെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല.
നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് അറിയാം, സർക്യൂട്ടിലെ റെസിസ്റ്റൻസുകൾ അറിയാം, R1 R2 അറിയാം. ഏതെങ്കിലും ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ചെയ്യാൻ അന്നേരമാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നോക്കിയിട്ട് വേണം ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു റൂളാണ് കറണ്ട് ഡിവിഷൻ റൂൾ. കറണ്ട് ഡിവിഷൻ റൂൾ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത് പാരലൽ സർക്യൂട്ട്സിലാണ്. പാരലൽ സർക്യൂട്ടിലാണ് ക്വസ്റ്റ്യൻ എങ്കിലാണ് നമ്മൾ കറണ്ട് ഡിവിഷൻ റൂളിലേക്ക് പോവുക. ഇവിടെ നോക്കുക, ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് എന്താണ്? I ഈസ് അഗെയിൻ VS ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. R1 R2 നെറ്റ് ഇഫക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? I കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ പാരലൽ സർക്യൂട്ട് ആകുമ്പോഴത്തേക്കും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി ഏതാണ്? വോൾട്ടേജ് ആണ്. ഡിവൈഡ് ചെയ്ത് പോകുന്ന പാർട്ട് എന്താണ്? കറണ്ട് ആണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈപ്പാണെന്ന് വിചാരിക്കുക. അപ്പൊ പൈപ്പ് ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ, ഈ കർസർ നിൽക്കുന്ന പോയിന്റ് വരുമ്പോൾ എന്താണ്? പൈപ്പിന് 2 ഓപ്പണിങ്സ് ഉണ്ട്. അപ്പൊ കറണ്ട് 2 സൈഡിലൂടെ, അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ആണെങ്കിൽ 2 സൈഡിലൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ കറണ്ട് ഇതുപോലെ 2 സൈഡിലൂടെ പോകും. ഈ 2 സൈഡിലൂടെ പോകുന്ന പൈപ്പിനുള്ള ഒബ്സ്ട്രക്ഷൻ ആണ് R1 R2, അല്ലെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ സർക്യൂട്ടിലൂടെ എന്തുകൊണ്ടാവും? കൂടുതൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കറണ്ട് ത്രൂ R1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? ഓൾറെഡി I is equal to V by R. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ബൈ ഇതിന്റെ റെസിസ്റ്റൻസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? IR1 കിട്ടും. അതേ കൺസെപ്റ്റ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ IR2 കിട്ടും. അത് തന്നെയാണ് ഈ ഇക്വേഷൻ ഇവിടെ കൊണ്ടുവരുന്നത്. അതേ ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇത് ഇത്രയും സെക്ഷനാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്ത് കാണിക്കാം. the same branch divided by total resistance. അങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുക. Voltage across a particular resistor is equal to total voltage into resistance of the same branch or divided by sum of total resistance. ഇതിനകത്ത് നമ്മൾ ഇത് R1 plus R2 എന്ന് വെറുതെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കറണ്ട് ഡിവിഷൻ റൂൾ എടുക്കുമ്പോഴോ, കറണ്ട് ഡിവിഷൻ റൂൾ എടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. അതായത് നമ്മൾ R1 അക്രോസ് ഉള്ള കറണ്ടാണ്, അക്രോസ് അല്ല, R1 പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട റെസിസ്റ്റൻസ് ഏതായിരിക്കും? R2 ആയിരിക്കും. കറണ്ട് ഡിവിഷൻ റൂൾ പറയുന്നത് ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി അതർ ബ്രാഞ്ച് ഡിവൈഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. ഇതിന്റെ ഇഫക്റ്റീവ് വാല്യൂ ഇവിടെ എടുക്കുന്നത്, സം ആണ് നമ്മൾ എടുക്കുന്നത്. സിമിലർലി IR2 എടുക്കുമ്പോൾ നോക്കുക, റെസിസ്റ്റൻസ് 2 പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 വാല്യൂ വെച്ചിട്ടാണ്. അപ്പൊ ഇത് എവിടെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമുക്ക് ഈ വോൾട്ടേജ് തരാതിരിക്കുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ ഇതുപോലെ ചെയ്യുക. റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയാം, ടോട്ടൽ കറണ്ടും അറിയാമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ പോകും. സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പം വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ സെയിം പോസ്റ്റ് ഇലക്ട്രിക്കലുകാർക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് പ്രീവിയസ് 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലുകാരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിവിലുകാരുടെ, മെക്കാനിക്കലുകാരുടെ ഒക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് സെക്ഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതായിരിക്കും, ബാക്കിയുള്ളതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു സിവിലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അത് 140 പറയേണ്ട. ഞാൻ കറക്റ്റ് അതിന്റെ ഓർഡർ ചെയ്യാൻ മറന്നുപോയി. എനിവേ സെയിം ലെക്ചർ ഇൻ പോളി അതിലേക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ബേസിക് ഇലക്ട്രിക്കലിന്റെ സെക്ഷൻസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മറ്റു ഡെറിവേഷൻസിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സ്റ്റൈലിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഒരു 4 ohm റെസിസ്റ്റർ 12 വോൾട്ട് ബാറ്ററിക്ക് അക്രോസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് ചെയ്യാം അല്ലെ? 12/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വോൾട്ടേജിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 12, റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്തായിരിക്കും? സി ആണ് ആൻസർ, ദാറ്റ് ഈസ് 3 ആംപിയർ. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. മനസ്സിലായില്ല ചോദിക്കുന്നതിന് കുഴപ്പം, നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത് പറഞ്ഞു പോകാം. സിമ്പിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സീരീസ് RL സർക്യൂട്ട് നമ്മൾ നോക്കും, ഇനി നോക്കാം നെക്സ്റ്റ് ക്ലാസ്സുകളിൽ. അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, ഫ്രീക്വൻസി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, റിസൾട്ടിംഗ് കറണ്ട് 10 ആംപിയർ ആണെന്നുണ്ട്, പവർ 500 വാട്ടാണ്. പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ, പവർ ഫാക്ടർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും?
ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻസോ എല്ലാം അറിയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് പ്രതികരിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. നിങ്ങളും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ. എന്ത് പറയുന്നു അഫ്സലെ? നമുക്ക് ഇക്വേഷൻസ് അറിയായിരിക്കണോ? ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ഒരാളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. പവർ ഫാക്ടർ കോസ് തീറ്റ അല്ലേ? പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അപ്പൊ കോസ് തീറ്റ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? കോസ് തീറ്റയ്ക്ക് ട്രൂ പവർ ബൈ അപ്പറന്റ് പവർ വെച്ച് ചെയ്യേണ്ടി വരും തോന്നുന്നത് അല്ലേ? ഇതിനകത്ത് ട്രൂ പവർ തന്നിട്ടുണ്ടോ? ട്രൂ പവർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പറന്റ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ v ഇൻറ്റു i എന്നുള്ള വാല്യൂസ് ഒക്കെ വേണം. അത് എവിടെയെങ്കിലും അവൈലബിൾ ഇവിടെ. ഇവിടെ നമുക്ക് ഒരു കാൽക്കുലേഷനും വേണ്ട. അതാണ് പി എസ് സിയുടെ ഒരു പ്രത്യേകത. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൺസെപ്റ്റ് പറയാനുണ്ടോ? ഇവിടെ വെറും 6 മെല്ലേ ഉള്ളൂ. അപ്പൊ ഇൻഡക്ടർ റെസിസ്റ്റൻസ് വരുമ്പോ ലാഗോ ലീഡോ അതില് ഇതിനകത്ത് നമ്മളോട് ഡയറക്ട്ലി ക്വസ്റ്റൻ അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പക്ഷേ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട. ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സീരീസ് ആർ എൽ സർക്യൂട്ട്. സീരീസ് ആർ എൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പവർ ഫാക്ടർ മാത്രമേ ഉള്ളൂ? ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ എപ്പോഴും ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. കപ്പാസിറ്റർ ആണെങ്കിൽ എപ്പോഴും എന്താണ്? ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. നമുക്ക് ആ എലമെന്റ് പറയുമ്പോൾ പറയാം കേട്ടോ. കൂടുതൽ ഡീറ്റെയിലും മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇൻഡക്ടർ ആണെങ്കിൽ നിങ്ങൾ എലി എന്ന് ഓർത്തിരിക്കുക, കപ്പാസിറ്റർ ആണെങ്കിൽ ഐസ് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. എലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എൽ ഐ. അപ്പൊ ആദ്യമേ വോൾട്ടേജ് വന്നു, പിന്നെ ഇൻഡക്ടർ, ദെൻ കറണ്ട്. അപ്പൊ വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യുന്നു. അതുപോലെ തന്നെ കപ്പാസിറ്ററിന്റെ കേസിൽ പറയുന്ന കോഡാണ് ഐസ്. കറണ്ട് ഫസ്റ്റ് വരുന്നു, കപ്പാസിറ്റർ ഇ, വോൾട്ടേജ്. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തിരിക്കാൻ വേറെ ഏതെങ്കിലും രീതിയിൽ ഓർത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കോഡ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ കണ്ടു പഠിക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഇതിനകത്ത് വേറെ ഒരു കാൽക്കുലേഷനും വേണ്ട. ഇത്ര മാത്രം. ആർ എൽ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ലാഗിങ് ആയിരിക്കും. സോ ദ പവർ ഫാക്ടർ ഈസ് ലാഗിങ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. അപ്പൊ അവരെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആ കൺസെപ്റ്റ് ഉണ്ടോ എന്ന് അറിയാനാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ ലാഗ് എന്ന് പറയുന്ന ഈ ഒരു ടേമിനകത്ത് നിന്നാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നത്. സോ ദ പവർ ഫാക്ടർ ഈസ് 0.5 ലാഗ്. യൂണിറ്റി ആവണമെങ്കിൽ എന്ത് സർക്യൂട്ട് ആയിരിക്കണം? റെസിസ്റ്റൻസ് മാത്രമേ ആവുള്ളൂ. 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് എർത്തിങ്ങിന് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് എന്താന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ തിയറി പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലൊക്കെ നിങ്ങൾ എർത്തിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനം കോപ്പർ കണ്ടക്ടർ ആണ്. ബെയർ കോപ്പർ കണ്ടക്ടർ. ബി ആണ് അതിന്റെ ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 ohm resistor is connected in parallel to 6 ohm resistor. The combination is connected in series to 8 ohm resistor. A 10 ohm resistor is connected in parallel to the whole combination. The effective resistance is. ഇത് നമ്മൾ ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞ ആ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇത് വേണമെങ്കിൽ ചെയ്തു പോകാം. അല്ലാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ചെയ്തു പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? 3 ohm is parallel to 6 ohm. അപ്പൊ എങ്ങനെ വരും? 3 into 6 divided by 3 plus 6 എന്ന് പറയുന്നതാണ് ഇഫക്റ്റീവ്. അല്ലാതെ 3 ഓമിനേക്കാളും താഴെയായിരിക്കും. അതെന്തോ എത്രയോടാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? 8 ഓമിനോട് കണക്ട് ചെയ്തേക്കോ സീരീസ് ആയിട്ട്. അപ്പൊ എത്ര വരും? 8 plus 3. അതായത് 11 ഓമിനേക്കാളും താഴെയുള്ള ഒരു വാല്യൂ ആയിരിക്കും ഇഫക്റ്റീവ് വാല്യൂ വരിക. അഗെയിൻ അത് ഒരു 10 ഓമുമായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എങ്ങനെ വരും? ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തിനോടായിരിക്കും അടുത്ത് വരിക? 11 ഓമും 10 ഓമും ആണെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്തിന്റെ അടുത്തേക്കേ വരത്തുള്ളൂ? 10 ഓമിലേക്കിന്റെ അടുത്തേക്ക് വരത്തുള്ളൂ. ഹലോ, 10ന്റെ അടുത്ത്. അതെ മാഡം, 10ന്റെ അടുത്ത് വരും. അപ്പൊ നമുക്കത് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ ബേസിക് ഇലക്ട്രിക്കലിലെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി നിങ്ങൾ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അല്ലാതെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്ത് പോകാം. ഈ 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്സ് വരെ ആയതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് തിയറി അറിയാവുന്നതുകൊണ്ട് ഈ കുറെ സെക്ഷൻസ് ഈ 5 മാർക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്കുകളാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് നോക്കാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇനി ചെയ്ത് കാണിക്കണമെങ്കിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന സ്പീഡിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചോദിക്കുന്നതുകൊണ്ട് മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ചോദിച്ചാലാണല്ലോ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എനിക്ക് ആൻസർ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അത്ര സ്പീഡിൽ പറയുന്നത്. മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു നോക്കിക്കേ. എ 10 ohm resistor ഈസ് കണക്റ്റഡ് across 20 volt battery. The power consumed is. പവർ കൺസംപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞ ഇക്വേഷൻ ആണ്. ഇവിടെ മാത്രം നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? പവറിന് നമ്മൾ 3 ഇക്വേഷൻസ് പറഞ്ഞു. പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ടേജ് ഉണ്ട് പക്ഷെ കറണ്ട് ഇല്ല. ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല.
അടുത്ത ഇക്വേഷൻ പവറിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പി ഇസിക്കൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ. കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ല, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന പവറിന്റെ ഇക്വേഷൻ ആണ് പി ഇസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ. അത് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. വോൾട്ടേജ് അറിയാം, റെസിസ്റ്റൻസ് അറിയാം. 20 × 20 ഡിവൈഡ് ബൈ 10 വരും. എത്ര വരും? 20 × 20 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 20 × 20 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 20 × 2 എന്നേ വരുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്ത് കിട്ടും? ഡി എന്ന് കിട്ടും. ഇതുപോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ, നിങ്ങളുടെ ബേസിക് ഇലക്ട്രിക്കലില് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളില് എല്ലാവർക്കും ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടാവുന്നതേ ഉള്ളൂ. അതിനുള്ള അപ്പുറത്തേക്ക് ഒരു കോംപ്ലിക്കേഷൻസ് അതിനകത്തില്ല. ആകെപ്പാടെ 34ന്റെ ആൻസർ 5 ohms അല്ലേ? ഞാൻ ചെയ്ത് നോക്കിയില്ല കേട്ടോ, ചെയ്ത് നോക്കിയാലേ കറക്റ്റ് അറിയാവുള്ളൂ. ഹലോ, 5 ohm ആണ് madam. ചെയ്ത് നോക്കിയായിരുന്നോ? ഓക്കെ ഓക്കെ, ഞാൻ ചെയ്തില്ല കേട്ടോ, ഒരു മിനിറ്റ്. ചെയ്ത് 5 ohm ആണ്. 3 × 6 ഡിവൈഡ് ബൈ 9 പ്ലസ് 8. ഓക്കെ, 10 ohm ആണോ എന്ന് ചെറിയ 10നേക്കാളും താഴെയല്ലേ വരുള്ളൂ. അപ്പൊ 10 ohm ആണോ എന്ന് എനിക്ക് സംശയം വന്നത്. എനിവേ ഞാൻ ചെയ്ത് നോക്കാതെയാണ് പറഞ്ഞത്, സോറി. അപ്പൊ 5 ohm ആണല്ലേ? ചെയ്ത് നോക്കിയായിരുന്നു അല്ലേ? ഇനി ഇതേപോലെ ഇത് സിവിലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിനകത്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്ന. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF നമ്മൾ ഫൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടാണ്. അതിനകത്ത് ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഫ്ലെമിസ് ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, കൊളംസ് ലോ, മാക്സ്വെൽസ് ഇക്വേഷൻ. ഫ്ലെമിസിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം കേട്ടോ. ഫോം ഫാക്ടർ. അതുപോലെ ഇതിനകത്തൊന്നും ഒരു കാൽക്കുലേഷൻ ചോദിക്കുന്നില്ല. അതുപോലെ എർത്ത് വയർ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുക, മെറ്റാലിക് ബോഡിയോടാണോ ന്യൂട്രൽ പോയിന്റോടാണോ, അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് കാൽക്കുലേഷൻ സൈഡ് ഒന്നുമില്ല. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സെക്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസും ഇതിനകത്തില്ല. ഇനിയുള്ള വരുന്ന ക്ലാസ്സിൽ വരുന്ന സെക്ഷൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇനി അഗൈൻ ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇവിടേക്ക് വരുമ്പോഴും നമ്മൾ പറഞ്ഞ സെക്ഷനിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരിക, 43 ആൻഡ് 45. 43 ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. 2 റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. പവർ ഫാക്ടർ അത് ഡെഫിനിഷൻ നമുക്ക് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ പവർ ഫാക്ടറിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയായിരിക്കും. പവർ ഫാക്ടറിന്റെ വാല്യൂ എത്രയായിരിക്കും? 42ന്റെ ആൻസർ പവർ ഫാക്ടർ A. നമുക്ക് അറിയാം. 0ക്കും 1നും ഇടയിലായിരിക്കും പവർ ഫാക്ടർ. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 resistors R1 and R2 are combined, give combined resistance of 6 ohm when in series and 0.83 ohm when in parallel. The resistances are. ഇതെങ്ങനെ ചെയ്യും ഈ ക്വസ്റ്റ്യൻ? എങ്ങനെ ചെയ്യാം? ഇനി ഐഡിയ? ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ B അല്ലേ? എന്തോ? B ആണോ ആൻസർ? അല്ല ഡി അല്ല ആൻസർ. ഇത് ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. ഡി അല്ല ആൻസർ. സി ആണോ? സി ആണ് ആൻസർ. ഇത് നമ്മൾ ഇതിനകത്ത് ആദ്യമേ ഇതിനകത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻസ് എഴുതിയിട്ട് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കും. അപ്പൊ അതിനേക്കാൾ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തിരിച്ച് ചെയ്യുകയാണ്. നമ്മൾ ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഒറ്റയടിക്ക് നോക്കി തന്നെയാണ് അറിയാം. സീരീസ്, അതായത് R1 + R2 എന്ന് പറയുന്നത് 6 ohm ആകുന്ന കോമ്പിനേഷൻ മാത്രമാണ് എല്ലാ ഓപ്ഷനും തന്നിരിക്കുന്നത്. A നോക്കിക്കുക, 3 + 3 കൂട്ടുമ്പോൾ 6 ohm കിട്ടും. B ആണെങ്കിൽ 4 + 2 again 6 ohm കിട്ടും. 5 + 1 കൂട്ടുമ്പോൾ 6 ohm കിട്ടും. then 4.5 1.5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 ohm കിട്ടും. അപ്പം എല്ലാ ഓപ്ഷനും സീരീസ് കണ്ടീഷനെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. 9 മണിയായി. എനിക്ക് കുറച്ച് നേരം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല കുഴപ്പമില്ല. ഓക്കെ അജിത് സാറേ, കുഴപ്പമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. നമ്മളിപ്പം നിങ്ങൾക്ക് സാധാരണ 7:30 എങ്ങോട്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. എനിവേ നമുക്ക് കുറച്ച് ഈ ഡിസ്കഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ.
അപ്പൊ നമുക്ക് ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ഓം ആണെന്നറിയാം. അപ്പൊ അത് ഇതിനകത്തെ എല്ലാ കോമ്പിനേഷൻസും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ അതല്ല ചോയ്സ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ പാരലലിന്റെ 0.83 എങ്ങനെ കിട്ടുന്നു. 0.83 എങ്ങനെ കിട്ടുന്നത്? പാരലലിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് R1 × R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അത് കിട്ടുന്ന ഏത് കോമ്പിനേഷൻ ആണെന്ന് നോക്കുകയാണ് ചെയ്തത്. അപ്പൊ നോക്കിയേ 5 × 1 5 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോഴാണ് നമുക്ക് 0.8 കിട്ടുന്നത്. ബാക്കി ഒരു കോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാലും കിട്ടത്തില്ല. അല്ലാതെ വേറെ രീതിയിൽ നോക്കാം. 3+3 ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. 3+3 ആ ചെയ്യുന്നെങ്കിൽ അതിന്റെ പാരലൽ ആകുമ്പോൾ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഈ 3യുടെ കറക്റ്റ് പകുതി ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു തുല്യമാണെങ്കിൽ അതിന്റെ പകുതി വരുന്നത്. ഇവിടെ കിട്ടിയേക്കുന്ന വാല്യൂ 1.5 ആണോ? അല്ല. അപ്പൊ തന്നെ നമുക്ക് ആ ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ 4ഉം 2ഉം ആണ്. അപ്പൊ ഇതിന്റെ പാരലൽ ചെയ്താൽ അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ കിട്ടുന്നത് 2വിനേക്കാളും കുറവും 2വിനോട് അടുത്ത് വരികയും 2വിനേക്കാളും കുറവാണ്, പക്ഷെ 2വിനോട് അടുത്ത വാല്യൂ അല്ല 0.83. ഇനി 4.5ഉം 1.5ഉം നോക്കിയാലും ഇതേ തന്നെയാണ്. അപ്പൊ ഈ 0.83യോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് 5ന്റെയും 1ന്റെയും കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ സി ആണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും കേട്ടോ. ഞാനത് ചെയ്ത് നോക്കിയത്, മറ്റേ ക്വസ്റ്റ് ചെയ്ത് നോക്കാതെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മിസ്റ്റേക്ക് പറ്റിയത്. സോറി. ആർക്കെങ്കിലും മനസ്സിലാകാത്തയുണ്ടോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇംപെഡൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്, പക്ഷെ നമുക്ക് അറിയാം എ ആണ് ഓപ്ഷൻ. √R² + XL - XC². ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. A wire having resistance R1 is stretched to double its length. The new resistance R2 is. ഇത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എ ആണോ? ബി ബി സി. പറയണം കേട്ടോ. ഇപ്പൊ എല്ലാ ഓപ്ഷനും ആയി. ഇനിയിപ്പൊ ഡി കൂടെ പറയാമെങ്കിൽ തൃപ്തിയാവും എനിക്ക്. റോയൽ ബൈ എ അല്ലേ മേഡം? അപ്പൊ എൽ അല്ലേ കൂട്ടുന്നത്? ബൈ എ ആണ്. പക്ഷെ ഈ ക്വസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് അതിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് അതിനകത്തൊരു ഒരു പർട്ടിക്കുലർ ടേം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. എല്ലാരും കൂടെ ഒരേ ആൻസറുകൾ എത്തിയോ? എല്ലാവർക്കും എപ്പോഴും വെവ്വേറെ ആൻസറുകളാണോ? ആൻസർ ഈസ് സി. 4R1 ആണ് ആൻസർ കിട്ടുക. എങ്ങനെയാ കിട്ടുക 4R1? വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്. അതാണ് അതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. നിങ്ങൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാധാരണ PSC മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണുന്ന ഒരു ടൈപ്പാണ്. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞത്, അത് വലിച്ചു നീട്ടി എന്ന് പറഞ്ഞത്. നീട്ടം കൂട്ടി എന്ന് പറയുന്നത് വലിക്കുക ചെയ്തേ. അപ്പൊ അതിനെന്ത് പറ്റും? ലെങ്ത് കൂടുന്ന സമയത്ത് വോളിയത്തിന് ചേഞ്ച് ഒന്നും വരില്ല. അപ്പൊ ഏരിയ എന്ത് പറ്റും? ലെങ്ത് ഡബിൾ ആകുമ്പോൾ ഏരിയ പകുതിയായിട്ട് കുറഞ്ഞു പോകുന്നുണ്ട്. ആ ഏരിയ കുറഞ്ഞു പോകുന്നത് കൂടെ നമ്മുടെ സെയിം ഇക്വേഷൻ, ഓൾറെഡി എന്നോട് ഇക്വേഷൻ ആരോ ചോദിച്ചായിരുന്നു, R = ρL/A എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഇക്വേഷൻ അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റി? റോയ്ക്ക് ചേഞ്ച് ഉണ്ടോ? റോയ്ക്ക് ചേഞ്ച് ഇല്ല. കാരണം സെയിം മെറ്റീരിയൽ തന്നെയാണ്, നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യുന്നേ ഉള്ളൂ. റോ ഈസ് സെയിം. ലെങ്ത് ഡബിൾ ആയി. അപ്പൊ നമ്മൾ ആദ്യമേ L1 ആണെങ്കിൽ ഇപ്പൊ എന്തായിട്ടുണ്ടാവും? 2L1 ആയി. ആദ്യത്തെ ഏരിയ A ആണെങ്കിൽ ഇപ്പോഴത്തെ ഏരിയ എന്തായിട്ട് മാറി? പക്ഷേ A/2 ആയി മാറി. അപ്പൊ ആ A/2 താഴെ വരുന്ന 2ഉം മോളിലെ 2L1ന്റെ 2 കൂടെ വരുമ്പോൾ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ ഈസ് 4R1. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തേക്കുവാന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ സ്ട്രെച്ച്ഡ് അല്ല, വെറുതെ ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ ചോദിക്കുന്ന ഡബിൾ ഇറ്റ്സ് ലെങ്ത്. അപ്പൊ എന്താണ്? വോളിയം ഫിക്സഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നുള്ള രീതിയിൽ. ഇപ്പം ഡബിൾ ചെയ്യുന്നതിന് പകരം 3 ടൈംസ് ആക്കുന്നതായിരിക്കും ക്വസ്റ്റൻ. അപ്പൊ ഏരിയ എന്താണ്? 1/3 ആവും. അത് എങ്ങനെയാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് നോക്കിയിട്ട് വേണം പ്രൊസീഡ് ചെയ്ത് പോകാൻ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് തൊട്ട് മുന്നത്തെ അതായത് 2 വർഷം ഇത് 2016 നടന്ന അതിന് തൊട്ട് മുന്നേ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ. ഇത് കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ലാതെ സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സിവിലിനോ അങ്ങനെ എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട്. വേറെ വേറെ കോഡ് തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് സെയിം തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ CPSE സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ബേസിക് ഇലക്ട്രിക്കൽ മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും ഇതുപോലെ എടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്കിത് ഷെയർ ചെയ്യത്തില്ലേ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം? ഷെയർ ചെയ്യുമായിരിക്കും കേട്ടോ. ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്ന എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആക്ച്വലി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് സാറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. എനിക്ക് അതിനെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ കറക്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും. നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ കയറിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റിൽ നിന്ന് PSCയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ലേറ്റസ്റ്റ് ഏതെങ്കിലും ബ്രാഞ്ചിന്റെ പോളിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഇത് ലാസ്റ്റ് പോളിയുടെ എക്സാം നടന്നത് 2017 ഒരു എക്സാം നടന്നിട്ടുണ്ട്. 167/2000, അതായത് 2016 ഡിസംബറിൽ എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സ് അല്ല, ഇലക്ട്രിക്കല്, സിവില് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണുള്ളതെന്ന് കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം എടുത്തത് ആക്ച്വലി PSCയുടെ സൈറ്റിൽ നിന്നാണ്. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു കോഡ് ഉണ്ട്. ആ കോഡ് ഞാൻ ജസ്റ്റ് പറയാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ മെറ്റീരിയൽ ഷെയർ ചെയ്യുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് സാറിനോട് ചോദിച്ചിട്ട് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഓക്കെ. മിസ്, 39ന്റെ ആൻസർ എന്താ? എർത്ത് വയർ ഇസ് കണക്റ്റഡ് ടു ഡാഷ് പാർട്ട് ഓഫ് ഇലക്ട്രിക് ഹീറ്റർ. മെറ്റാലിക് ബോഡി എർത്ത് ചെയ്യുന്നത് നമ്മള് ബോഡിയാണ് എപ്പോഴും എർത്ത് ചെയ്യാൻ. നമുക്കത് പഠിക്കാം. ഞാനത് എടുക്കാത്തോണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയാത്തത്. നമ്മൾ എപ്പോഴും എർത്ത് ചെയ്യുന്നത് മെറ്റാലിക് പാർട്ടുകളാണ്. എല്ലാ മെഷീൻ ലാബ് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണല്ലോ. മെഷീൻ ലാബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെഷീന്റെയും ബോഡിയാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. എർത്ത് വയർ കണക്ട് ചെയ്യുന്ന മെറ്റാലിക് ബോഡിയിലേക്കാണ്. ബോഡിയിലേക്ക് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായിട്ട് നമ്മൾ ഈവൻ പ്ലഗ് പോയിന്റിലെ എർത്ത് വയർ ആണെങ്കിലും കുറച്ച് മുന്നോട്ട് തള്ളിയിരിക്കുന്നതാണ്. പെട്ടെന്ന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതുവഴി ലീക്ക് ചെയ്ത് പോകാൻ. അപ്പം ഈ ബോഡിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് എർത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഏത് എക്യുപ്മെന്റിന്റെയും മെറ്റാലിക് ബോഡിയിലേക്കാണ് എർത്ത് വയർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ മാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഡെൽറ്റ കണക്റ്റഡും ഫോം ഫാക്ടറും. പക്ഷെ ഇത് നമ്മളിപ്പം നമ്മളെടുത്ത സെക്ഷനകത്തെ ക്വസ്റ്റ്യൻസ് ഇല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്, അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അഗെയിൻ ഇതൊരു ട്രാൻസ്ഫോമറിന്റെ ക്വസ്റ്റ്യൻ ആണ്. KVA ട്രാൻസ്ഫോം ഫുൾ ലോഡ് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എഫിഷ്യൻസി 65 ഫുൾ ലോഡ്. അയൺ ലോസ് കണ്ടുപിടിക്കാനുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ദെൻ ഒരു കോൺസ്റ്റന്റ് കറണ്ട് കിട്ടണം. നമ്മൾ ഇൻഡക്ടർ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള സെക്ഷൻ, ഈ കപ്പാസിറ്ററിന്റെ സെക്ഷനും ഇൻഡക്ടറിന്റെ സെക്ഷനും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യാൻ കിട്ടും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് ഒരു അഡീഷണൽ ആയിട്ട് ഡെറിവേഷൻ പോലെയുള്ള സെക്ഷൻസ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡെറിവേഷൻസ് ചെയ്ത് കാണിക്കാം. ഡെറിവേഷൻ അല്ല, ഇക്വേഷൻസ് ജസ്റ്റ് ഒരു ഇതായിട്ട് സ്ലൈഡ് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഡെറിവേഷൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഡെറിവേഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ പ്രോബ്ലംസ് ചെയ്യാനുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ പ്രോബ്ലംസ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത പോലെയുള്ളതാണോ, അതെ അല്ലാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മേഡം, ഇപ്പം പെട്ടെന്ന് ചെയ്യാനുള്ള ഇക്വേഷൻസ് പിന്നെ ഷോർട്ട് കട്ട്സ് ഉണ്ടെങ്കിൽ അത് PSC ആവുമ്പോൾ അത്രയൊക്കെയല്ലേ ചോദിക്കത്തുള്ളൂ. PSC ആവുമ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ സെറ്റിലാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്? നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്നത് ചോദിക്കാം, പറയുകയാണെങ്കിൽ അത് പറയാൻ. ഇലക്ട്രിക്കലിനാവും മൊത്തത്തിലുള്ള കുറെ ഇക്വേഷൻസ് ഇല്ലേ ഈ പറഞ്ഞ. ഇനിയിപ്പോ RLC സീരീസ് സർക്യൂട്ട് ഒക്കെ വരുമ്പോൾ കുറെ ഓക്കെ. അതെടുക്കുമ്പോ നമുക്ക് പറയാം. അതിനകത്ത് എന്തൊക്കെ ഒരു 1-2 ഇക്വേഷൻസ് RLC സീരീസ് സർക്യൂട്ടിനകത്തും പാരലൽ സർക്യൂട്ട്സിനകത്തും നോർമലി അവര് ആ ഇക്വേഷൻ ഒന്നും ഡെറിവ് ചെയ്യാൻ ചോദിക്കാറില്ല. മെയിൻ ആയിട്ട് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിന്റെ റെസ്പോൺസ് എക്സ്പോണൻഷ്യലി റൈസ് ആണോ എക്സ്പോണൻഷ്യലി ഫോൾ ആണോ, അങ്ങനത്തെ കുറച്ച് ടേമുകളൊക്കെ നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തെ ബേസിക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നിന്ന് ചോദിക്കുന്നത്.
അതിന് ചോദിക്കുന്ന ഒരു ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസോളം നോർമലി ഈ RRC സീരീസിനകത്ത് നിന്ന് ചോദിക്കുന്നത് എത്ര പെർസെന്റേജ് വരുമ്പോഴാണ് വോൾട്ടേജ് ഹൈ വാല്യൂയിലേക്ക് വരുന്നത്. ടൈം കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ടൈം കോൺസ്റ്റന്റ് വരുമ്പോൾ അതിന്റെ എത്ര പെർസെന്റേജ് വോൾട്ടേജ് അറ്റൈൻ ചെയ്യുന്നത് ഏത് ഇൻസ്റ്റന്റിലാണ്, അങ്ങനെയുള്ള ഒരു കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ സെക്ഷൻ എടുക്കുമ്പോൾ അതെടുക്കാം. ഇപ്പൊ ഞങ്ങൾ അത്രയൊന്നും എടുക്കാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്. നോർമലി അതിനകത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതൊക്കെയാണ്. എന്താണ് ഏത് ലെവലിലാണ് വോൾട്ടേജിന് വേരിയേഷൻസ് വരിക, പിന്നെ ഈ പറയുന്നത് പോലെ അതിന്റെ വേവ് ഫോമിന്റെ ഷേപ്പ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസിയൻസിനകത്ത് നിന്ന് ചോദിക്കാം. ടൈം കോൺസ്റ്റന്റ് എന്താണ്, അതുപോലെ ടൈം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇനിഷ്യൽ വാല്യൂവിന്റെ എത്ര പെർസെന്റേജ് ആണ് വോൾട്ടേജ് വരിക, അതിന്റെ ഇക്വേഷൻ ഏത് രീതിയിലായിരിക്കും, CD സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ RL സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് എങ്ങനെയായിരിക്കും, RC സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് എന്താണ്, ദെൻ ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് LC സർക്യൂട്ട് ആണെങ്കിൽ സ്റ്റെപ്പ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും. LC സർക്യൂട്ട്സിന് ഒരു അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ LC സർക്യൂട്ട്സിന്റെ അനാലിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് LC സർക്യൂട്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LCയിലാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നതെങ്കിൽ LC സർക്യൂട്ടിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു റെസ്പോൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LC സർക്യൂട്ട്സിന്റെ റെസ്പോൺസ് എപ്പോഴും സിൻസോയിഡൽ നേച്ചറുള്ള റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ സിൻസോയിഡൽ നേച്ചറുള്ള റെസ്പോൺസ് നമുക്ക് അവൈലബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് എന്താണ്, നമുക്ക് ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ DC കൊടുത്തിട്ട് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണോ ആ വേരിയേഷനെയാണ് നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ DC കൊടുത്തിട്ട് വരുന്ന ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷൻസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക. അപ്പം LC സർക്യൂട്ടിൽ നമ്മൾ DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന് AC പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങളുടെ എല്ലാ ഓസിലേറ്റേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സിന്റെ ഓസിലേറ്റർ സെക്ഷന്റെ എല്ലാം ബേസിക്സ് ആയിട്ടുള്ള ഐഡിയ അതാണ്. അങ്ങനെയുള്ള കുറച്ച് ഐഡിയ അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി തിയറി അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി RC സർക്യൂട്ടിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ മറ്റേ അതിന്റെ ഡെറിവേഷൻസ് മുഴുവൻ പഠിക്കേണ്ട, പക്ഷെ ആ ബേസിക് ഇക്വേഷൻസ് അറിയാതിരിക്കുക, ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഏത് കണ്ടീഷനിലാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അറിയായിരിക്കണം. അത്രയാണ് നമ്മൾ നോർമലി ഈ സെക്ഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, ഇന്നെടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക കേട്ടോ. നമുക്കത് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ ചോദിച്ച RLCയുടെ സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ അതിന്റെ ഡെറിവേഷൻസ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് തന്നെ പോകാം. പിന്നെ ഈ ഒരു 5 മാർക്കിന് വേണ്ടിയിട്ട് ആ ഡെറിവേഷൻ നിങ്ങൾ ഒത്തിരി പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ അത്രയും കോൺസെൻട്രേറ്റ് ഞാൻ ഒരു 2016 ശേഷം ഈ സെയിം സിലബസിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് നോക്കിയായിരുന്നു, ബേസിക് മെത്തേഡിലെ ക്വസ്റ്റ്യൻസ്. അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ലൈഡൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്തത്. അപ്പം അതിനകത്ത് അങ്ങനെ ഡെറിവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ കണ്ടില്ല. നിങ്ങളുടെ പിന്നെ പവർട്രോണിക്സും അങ്ങനെയുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന്റെ നെറ്റ്വർക്കിനകത്ത് ഉണ്ടെങ്കിലേ